ഷീത്ത് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച എം എൻ സ്മാരകത്തിൽ നടന്നു. വിദ്യാഭ്യാസ മന്ത്രി നേരിട്ടെത്തി ബിനോയ് വിശ്വവുമായും മന്ത്രി GR അനിലുമായും ചർച്ച നടത്തി. അതിനുശേഷമുള്ള നേതാക്കളുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. അങ്ങനെ അനുനയ നീക്കങ്ങൾ CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. പക്ഷേ ഉറച്ച നിലപാടിലാണ് CPI ഉള്ളത്. ഇന്നത്തെ നേതാക്കളുടെ പ്രതികരണവും അത് സൂചിപ്പിക്കുന്നുണ്ട്. CPM ആണെങ്കിൽ അതിൽ നിന്ന് പിന്നോട്ട് പോവുക എന്നതിനെക്കുറിച്ചുള്ള ആലോചനയിലുമല്ല. ഇതിനിടയിൽ ഒരു സമവായം എങ്ങനെ സാധ്യമാകുമെന്നതാണല്ലോ പ്രധാന ചോദ്യം. ഷീത്ത്, റിജിത്ത്, PMC പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ട് നടക്കുന്ന സമവായ ചർച്ചയിൽ മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ളൊരു പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ സമവായ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഒരു ആദ്യ ശ്രമം എന്ന നിലയ്ക്ക് മാത്രമാണ് നമുക്ക് വി ശിവൻകുട്ടി MN സ്മാരകത്തിലെത്തി CPI നേതാക്കളെ സന്ദർശിച്ചതിനെ കാണാൻ കഴിയുക. വി ശിവൻകുട്ടി MN സ്മാരകത്തിലെ കൂടിക്കാഴ്ചയിൽ CPI നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് എന്തുകൊണ്ട് ഈ ധാരണാപത്രത്തിൽ ഒപ്പിടേണ്ടി വന്നു, വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട നിരവധി ഫണ്ടുകൾ തടഞ്ഞുവെച്ച സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൻ്റെ അവസാന ഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രതിസന്ധി വിദ്യാഭ്യാസ വകുപ്പ് അഭിമുഖീകരിക്കുന്നു. അതുകൊണ്ട് ഈ പദ്ധതിയിൽ ഒപ്പിടാതെ കുട്ടികളുടെയും അധ്യാപകരുടെയും അതോടൊപ്പം തന്നെ ഉച്ചഭക്ഷണ പദ്ധതി അടക്കം ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല, അതുകൊണ്ട് ഒപ്പിട്ടു എന്നാണ്. എന്നാൽ ചർച്ച നടത്താത്തത് വീഴ്ചയാണ് എന്നുള്ള കാര്യവും അദ്ദേഹം സമ്മതിച്ചു. എന്നാൽ ഈ ധാരണാപത്രത്തിൽ നിന്ന് പിന്നോട്ട് പോകണം എന്നതാണ് CPI നേതൃത്വം മുന്നോട്ട് വെച്ച നിലപാട്. അതിന് എന്ത് ന്യായീകരണം ചമച്ചിട്ടും കാര്യമില്ല. ഈ ധാരണാപത്രത്തിൽ നിന്ന് പുറകോട്ട് പോകണമെന്ന് പറഞ്ഞു. ധാരണാപത്രത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഒരുക്കമാണെന്ന സന്ദേശം നൽകാൻ വി ശിവൻകുട്ടിയും തയ്യാറായില്ല. ഇക്കാര്യത്തിൽ CPIM-നും പൊതുവിദ്യാഭ്യാസ വകുപ്പിനുമൊക്കെ കർശനമായൊരു തീരുമാനമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് സമവായത്തിൻ്റെ ഒരു പാത ഇപ്പോൾ വെട്ടിത്തുറക്കാൻ ഒരു പ്രയാസമുള്ളത്. എന്തായാലും 27-ന് CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആലപ്പുഴയിൽ CPIയുടെ ജില്ലാ കൗൺസിൽ ഓഫീസായ TV സ്മാരകത്തിൽ ചേരുന്നുണ്ട്. അന്ന് തന്നെ വൈകുന്നേരം പുന്നപ്രവില രക്തസാക്ഷി വാരാചരണത്തിൻ്റെ സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവും ഒരുമിച്ച് വേദി പങ്കിടുന്നു. അപ്പോൾ അവിടെ വെച്ച് അല്ലെങ്കിൽ ആ ഘട്ടത്തിലൊരു ചർച്ച നടക്കാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും ധാരണാപത്രത്തിൽ നിന്ന് പിന്നോട്ട് പോകണം പോയേ മതിയാകൂ എന്ന നിലപാടിൽ CPI ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഇതുവരെ ഉന്നയിച്ച എല്ലാ വാദങ്ങളെയും അപ്രസക്തമാക്കുന്ന ഒരു നടപടിയാണ് സർക്കാരിൽ നിന്ന് ഉണ്ടായത്. ഇടത് നയത്തിലുള്ള വ്യതിയാനമാണ് എന്ന കാര്യമാണ് CPI പൊതുവിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമവായം ഇപ്പോഴും അകലെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.